ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞു വാവകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഫുഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. കുഞ്ഞു വാവകളുടെയൊക്കെ വെയിറ്റ് ഗെയിന് ഈ ഫുഡ് വളരെയധികം നല്ലതാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അവലാണ്. മട്ട അവലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വൈറ്റ് റൈസിൻ്റെ അവലിനെക്കാട്ടിലും മട്ട റൈസിൻ്റെ അവലെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം കുറച്ചുകൂടെ ഫൈബർ റിച്ച് ആണ് നമ്മുടെ ഈ ബ്രൗൺ കളറുള്ള അവലൊന്ന് നെയ്യിലോ ബട്ടറിലോ ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആകുന്ന സമയം അത്രയും മാത്രം ഇളക്കി കൊടുത്താൽ മതി. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അവൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫുഡിന് ഒരു കയ്പ്പരസം വരും കേട്ടോ. അവലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി മൊരിഞ്ഞൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിലപ്പോൾ ചെറിയ വെള്ളം വേണം ഒഴിക്കാനായിട്ട്, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചിലപ്പോൾ ചെറിയ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അവൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് പനങ്കൽക്കണ്ട ഒരുക്കിയതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പനങ്കൽക്കണ്ട കയ്യിലില്ലെങ്കിൽ മധുരത്തിന് വേണ്ടിയിട്ട് കരിപ്പെട്ടി ചേർത്ത് കൊടുക്കാം. ഇനി അതും ഇല്ലെങ്കിൽ ഡേറ്റ്സ് പൗഡർ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ മാത്രം വൈറ്റ് ഷുഗർ ചേർക്കാം. വൈറ്റ് ഷുഗർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അത്ര നല്ലതല്ല, പറ്റുമെങ്കിൽ ഒഴിവാക്കാൻ നോക്കുക. ഇനി ഞാനിവിടെ നല്ലൊരു പഴുത്ത പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഏത് ടൈപ്പ് പഴം വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പം ഏത്തപ്പഴം നേന്ത്രക്കായ ഉണ്ടെങ്കിൽ, നല്ല പഴുത്ത ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അല്ലെങ്കിൽ ആപ്പിളോ അങ്ങനെ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം. പുളിയുള്ള ഫ്രൂട്ട് എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു മധുരമുള്ള നല്ലൊരു ഫ്രൂട്ട് എടുക്കാം. എന്നിട്ടത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണമെന്നില്ല കേട്ടോ, ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്താലും മതി. അപ്പം നമ്മുടെ അവൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പഴം കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത മധുരമുള്ള പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പഴവും അവലും കൂടെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനിയിപ്പം കൗ മിൽക്ക് കൊടുത്ത് ശീലമുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് പശുവും പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം. വളരെയധികം ടേസ്റ്റിയാണ്, എന്നാൽ വളരെയധികം ഹെൽത്തിയാണ് കേട്ടോ ഈ ഫുഡ്. 7 മന്ത് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്തു തുടങ്ങാം. എന്നാൽ ഗീ ബട്ടറൊക്കെ 8 മാസത്തിന് ശേഷം മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ആദ്യമായിട്ട് ഗീ ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ഡ്രോപ്പ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റൻ്റായിട്ട് വേണമെങ്കിലും ഈ ഫുഡ് നമുക്ക് തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അതിന് നമ്മുടെ കയ്യിൽ അവലിൻ്റെ പൊടി വേണം. അവലൊന്ന് വറുത്ത് പൊടിച്ച് വെച്ചിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് മധുരം ഇട്ട് നന്നായിട്ട് പഴവും കൂടെ ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെയിം കുറുക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബേബി ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറെയും ബേബി ഫുഡിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.